കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. നമ്മൾ 73-ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ടാണ് നിർത്തിയത്. അപ്പോൾ അതിൽ ഭഗവാൻ 5000 സംവത്സരം യുദ്ധം ചെയ്തു, ആരും ജയിക്കുകയും തോറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അതിനെന്താ കാരണം വെച്ചാൽ ഇവർക്കൊരു വരണ്ട്, അവരുടെ സമ്മതത്തോടു കൂടിയല്ലാണ്ട് അവർ മരിക്കില്ല എന്ന്. അവർക്ക് സമ്മതമാവണം ഇനി മരിക്കാമെന്ന്. അങ്ങനെ അവരുടെ സമ്മതം ഇല്ലാതെ സ്വന്തം സമ്മതം കൊണ്ട് മാത്രമേ മരണം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു വര അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ മരിക്കാത്തത്. അപ്പോൾ ഭഗവാൻ അത് അറിയാം. ഇപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ 5000 കൊല്ലമൊക്കെ ഭഗവാനോട് ആർക്കെങ്കിലും യുദ്ധം ചെയ്യാൻ പറ്റുമോ അല്ലേ? അപ്പോൾ അത് ഭഗവാൻ അറിയാം. അവർക്ക് സമ്മതമായിട്ട് സ്വസമ്മതം കൊണ്ടേ മരണം വരിക്കുള്ളൂ അവരെന്നറിയാം. അപ്പോൾ ഭഗവാൻ മഹാമായ ഒന്ന് നോക്കുകയാണ്. എന്താ, അവരെ ഒന്ന് മോഹിപ്പിച്ചോളൂ, എന്നാലേ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു സൂത്രം കൊണ്ട് അവരെ മോഹിതരാക്കണം. അതായത് മോഹിതരാക്കുക പറഞ്ഞാൽ അവരുടെ വിവേകം നഷ്ടപ്പെടുത്തണം. വലിയ വിവേകമൊന്നുമില്ല, അസുരന്മാരാണല്ലോ. പക്ഷെ അവർ തികച്ചും അവിവേകികളാക്കണം. അതായത് അവരെ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ തീർത്തും കളയണം മായോണ്ട്. മീൻസ് മായോണ്ട് മോഹിപ്പിക്കണം എന്ന് പറയുകയാണ്. നമ്മളൊക്കെ എന്തെങ്കിലും മായാമോഹിതരായിട്ട് ചെയ്യണത് നമ്മളെ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേകം കുറയുമ്പോഴാണ്. അപ്പോൾ മായയ്ക്ക് നമ്മുടെ വിവേകം കുറയ്ക്കാൻ സാധിക്കുന്നുള്ളതിന് സംശയമില്ല. അതാണ് നമ്മൾ പലപ്പോഴും ഓരോ നമുക്ക് അറിഞ്ഞിട്ട് പോലും ചിലപ്പോൾ ഓരോ അബദ്ധത്തിലൊക്കെ ചെന്ന് പെടുമല്ലോ. അപ്പോൾ അതുപോലെ മായോട് പറയുകയാണ്, അവർക്ക് ഇങ്ങനൊരു വരണ്ട, അതുകൊണ്ട് അവരൊന്ന് മോഹിപ്പിക്കൂ എന്ന് പറയുകയാണ്. കണ്ണുകൊണ്ട് കാണിക്കണേ ഉള്ളൂ, ഭഗവാൻ നേരിട്ട് പറയുന്നില്ല. മായോട് പറയുകയാണ്, ഇങ്ങനെ എനിക്ക് അവരായിട്ട് 5000 കൊല്ലം യുദ്ധം ചെയ്തിട്ട് അവർ മരിക്കില്ലല്ലോ, അതുകൊണ്ട് അവരൊന്ന് മോഹിപ്പിക്കൂ എന്ന് പറയുകയാണ്. പറയാൻ മീൻസ് അതിപ്പോൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോഴാണ് ഇനി 74 നമുക്ക് വായിക്കാം കേട്ടോ. അപ്പോഴാണ് 74ത്തെ കാര്യം വരണത്. അപ്പം ഞാൻ 74 വായിക്കാം. അല്ലാതെ ഇവർ കൊല്ലാൻ പറ്റില്ല, അവർക്ക് സമ്മതമായിട്ടേ കൊല്ലുവയ്ക്കി, അതാണ്. അപ്പോൾ 74 താവപ്യതിബലോന്മത്തൗ മായാവിമോഹിതൗ ഉക്തവന്തൗ വരോസ്മത്തോ പ്രിയതാമിതി കേശവം. അപ്പോൾ വേഗം അത് പറഞ്ഞ ഉടനെ മായ മോഹിപ്പിച്ചു. എന്നിട്ടാണ് അവർ ഓൾറെഡി കണ്ണുകൊണ്ട് കാണിച്ചേ ഉള്ളൂ ഭഗവാൻ മായ അവരെ വ്യാമോഹിപ്പിച്ചു. അവരെ വിവേകം നഷ്ടപ്പെടുത്തി അവരുടെ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ കംപ്ലീറ്റ്ലി കളഞ്ഞു എന്നർത്ഥം. അപ്പോൾ എന്താ അത് ഇത് മായ ഭഗവാൻ ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തപ്പോഴേക്കും മായ അവരെ മോഹിപ്പിച്ചപ്പോൾ എന്തായി? തം കേശവം ഉക്തവന്തവും. ഈ അസുരന്മാരെ ഭഗവാനോട് എന്ത് പറഞ്ഞു? കേശവൻ ചാൽ ത്രിമൂർത്തികളുടെ നാഥൻ അർത്ഥം. ചാൽ ത്രിമൂർത്തികൾക്കും അതീതനായിട്ടുള്ള ഭഗവാനോട് എന്ത് പറഞ്ഞു? ച ബ്രഹ്മാവാണി, ആ പറഞ്ഞ വിഷ്ണു, ഈശ പറഞ്ഞ ശിവൻ. അപ്പോൾ കേശവൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ 3 ആളുടെയും ഈശ്വരൻ എന്നർത്ഥം. അതായത് ത്രിമൂർത്തികളുടെയും അതീതമായിട്ടുള്ള ശക്തി എന്നർത്ഥമുള്ളൂ കേട്ടോ. ഇനി അപ്പോൾ എന്തായി? അസ്മത്തഹ വരം പ്രിയതാം. എന്ത് പറഞ്ഞു? ഇവരുടെ വിവേകം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. ഭഗവാനോട് ഇവർ അങ്ങോട്ട് പറയുക, മധുകൈടഭന്മാർ പറയണേ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് വരം വേണമെച്ചാൽ അങ്ങ് മേടിച്ചോളൂ എന്ന് മഹാവിഷ്ണുവിനോട്. കേശവൻ എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികൾക്കും ഈശ്വരനായ ആ ഭഗവാനോട് ഈ മധുകൈടഭന്മാർ എന്ത് പറഞ്ഞു? ഈ മധുകൈടഭന്മാർ എവിടുന്നാണ് വന്ന ഭഗവാന്റെ കർണമലത്തുന്ന നമ്മൾ കണ്ടുല്ലോ. അങ്ങനെയുള്ള ഈ മധുകൈടഭന്മാർ ഭഗവാനോട് പറയുക, തീരെ വിവേകം നഷ്ടപ്പെട്ടു അല്ലേ? എന്താ പറഞ്ഞേ? ഹേയ്, അങ്ങ് വേണമെങ്കിൽ അങ്ങയ്ക്ക് എന്ത് അഭീഷ്ടം വര വേണമെങ്കിൽ ഞങ്ങൾ തരാൻ, മേടിച്ചോളൂ, എന്നോട് ചോദിച്ചോളൂ, ഞങ്ങൾ അങ്ങയ്ക്ക് വരം തരാൻ തയ്യാറാണ് എന്ന് എല്ലാവർക്കും വരദാതാവായിട്ടുള്ള ഭഗവാനോട് വിവേകം നഷ്ടപ്പെട്ട, മായാൽ മോഹിക്കപ്പെട്ട, വിവേകം നഷ്ടപ്പെട്ട ഈ മധുകൈടഭന്മാർ ഭഗവാനോട് പറയണം അങ്കട. എന്താ? അങ്ങയ്ക്ക് വല്ല വരവും വേണോ? എന്ത് അഭീഷ്ട വരം വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞങ്ങൾ തരാമെന്ന്.
മഹാമായ വിമോഹിതവും ആയി. ഭഗവാന്റെ മായയാൽ മോഹിതരായി അവർ. അതുകൊണ്ടാണ് അതിബലോന്മത്തവും, അതായത് അതിബലം കൊണ്ട് മത്ത് പിടിച്ചവരും, അതായത് താൻ ആരാണെന്നും താൻ ആരോടാണ് സംസാരിക്കണമെന്നും അഹങ്കാരം കൊണ്ടും മായാമോഹിതരായതുകൊണ്ടും അവരങ്ങോട്ട് മറന്നു. അതാണ് അതിബലോന്മത്തവും. എന്നിട്ടോ അതും പറയണ്ട, അതിബലവാന്മാരും മായാവിമോഹിതവും, ഭഗവാന്റെ മായയാൽ മോഹിതരായിരുന്ന അവർ അഹങ്കാരം കൊണ്ട് താൻ ആരാണ്, താൻ ആരോടാ സംസാരിക്കണ എല്ലാം മറന്നിട്ട് എന്താ പറഞ്ഞ്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇഷ്ടമുള്ള വരം അങ്ങ് വരിച്ചോളൂ എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, മായ പിന്നെ മോഹിതരായപ്പോഴത്തെ അവരുടെ അവിവേകം അല്ലേ, വളരെ അവിവേകികളായിത്തീർന്നു. താവപ്യതിബലോന്മത്തൗ മഹാമായ വിമോഹിതൗ ഉക്തവന്തൗ വരോസ്മത്തോ പ്രിയതാമിതി കേശവം. അപ്പോൾ 75 ഭവേദാമദ്യമേ തുഷ്ടൗ മമ വധ്യാവുഭാവപി കിമന്യേന വരേണാത്ര ഏതാവധി വൃതം മയാ. അപ്പോൾ ഭഗവാൻ എന്തായി, അദ്യ ഉഭൗ അപി, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും, ഭഗവാൻ പറയുകയാണ് കേട്ടോ, ഭഗവാൻ ഉപാചയാണത്. അദ്യ ഉഭൗ അപി, ഉപാച നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ മേ തുഷ്ടൗ, എന്നിൽ പ്രീതരായെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്നിൽ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം, ഇപ്പോൾ വരം തരാമെന്ന് പറഞ്ഞല്ലോ ഞാൻ എന്ത് വരാൻ മേടിക്കണം നിങ്ങളോടറിയോ, മമ വിദ്യൗ ഭവേതാം, നിങ്ങൾ രണ്ടുപേരും വധ്യവും മമ വധ്യു ഭവേതാം, വിദ്യു നല്ലൊരു തെറ്റി വായിച്ച, മമ വധ്യു ഭവേതാം, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വധ്യന്മാരായിത്തീരണം. എന്താർത്ഥം, എനിക്ക് നിങ്ങളെ കൊല്ലാൻ കഴിയണം എന്നാവണം എനിക്ക് വരം വേണ്ടത്. അതാ എന്ത് വരം വേണമെങ്കിലും ഇഷ്ടമുള്ള വരം ചോദിച്ചോളാൻ പറഞ്ഞില്ലേ. എനിക്ക് വേണ്ട വരം നിങ്ങളുടെ മരണം എൻ്റെ കൈ കൊണ്ടാവണം, അതാണ് എനിക്ക് വേണ്ട വരം എന്ന് മഹാവിഷ്ണു പറഞ്ഞു. അത്ര അന്യേന വരേണക്കും, ഇപ്പം രണ്ടാളും കൂടി യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏതെങ്കിലും മറ്റൊരു വരത്തിന് എന്ത് പ്രസക്തിയുള്ളത്? അത്ര അന്യേന വരേണക്കും എന്ന്, അതായത് ഇവിടെ മറ്റൊരു വരം കൊണ്ട് എന്താ കാര്യമുള്ളത്? നമ്മളിപ്പോൾ 5000 കൊല്ലം യുദ്ധം ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാണ്ടിരിക്കുക. ഇപ്പം നിങ്ങളൊക്കെ ഒരു വരം വേണമെന്ന് വെച്ചാൽ എനിക്ക് വേണ്ട വരം എന്താ വെച്ചാൽ എൻ്റെ കൈ കൊണ്ട് നിങ്ങൾ മരിക്കണം എന്നുള്ള വരം നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. അതിലും വലിയൊരു വരം ഇപ്പം ഇല്ല ഈ സമയത്ത്. മയ ഏതാവധീ വ്രതം, ഇത് മാത്രമാണ് ഞാൻ വരിക്കുന്ന വരം. അതായത് ഞാൻ നിങ്ങളെ വധിക്കണേന് സമ്മതിക്കണമെന്ന് ചുരുക്കം അല്ലേ. എനിക്ക് ഈ നിങ്ങളെ വധിക്കാൻ പറ്റണം എന്നുള്ള ആ ഒരു വരം ഒഴിച്ച് മറ്റൊരു വരം വേണ്ട. കാരണം ഇപ്പം എനിക്ക് ശത്രുനാശമാണ് എൻ്റെ അഭീഷ്ടവരം ചോദിച്ചോളൂ എന്നല്ലേ ചോദിച്ചത്. എൻ്റെ അഭീഷ്ടം ഇപ്പോൾ എന്നോട് 5000 കൊല്ലമായിട്ട് യുദ്ധം ചെയ്യണം, ശത്രുക്കളെ നശിപ്പിക്കണം എന്നാണ്. ഈ വരം ഒഴിച്ച് ബാക്കി ലോകത്തിലുള്ളതെല്ലാം എനിക്ക് സ്വാധീനമാണ്. എനിക്ക് വേറൊരു വരവും വേണ്ട. നിങ്ങൾക്ക് ഇങ്ങനൊരു വരം പണ്ട് കിട്ടിയതുകൊണ്ട് ഈ ഒരു വരം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ബാക്കി ലോകത്തിലെ എല്ലാ വരവും എൻ്റെ കീഴിലാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം സമ്മതം കൊണ്ടേ മരണം ഉണ്ടാവുമെന്നൊരു വരം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വരം നിങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ കൈകൊണ്ട് നിങ്ങൾക്ക് മരണം വേണം എന്നുള്ള അതായത് ഞാൻ നിങ്ങളെ വധിക്കാൻ നിങ്ങൾ സമ്മതിക്കണം, അതാണ് എനിക്ക് വേണ്ട വരം എന്ന് പറഞ്ഞു. എന്തൊരു ഭഗവാൻ, എത്ര ഒരു സൂത്രം ഉണ്ടല്ലേ. അവർ പാവം വിചാരിച്ചില്ല, അതേ ഭഗവാന് വലിയ ശക്തിയൊന്നുമില്ല വിചാരിച്ചിട്ടാണ് അവരങ്ങനെ പറഞ്ഞത്. വെച്ചാൽ വിവേകം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഭവേതാമദ്യമേ തുഷ്ടൗ മമ വധ്യാവുഭാവപി കിമന്യേന വരേണാത്ര ഏതാവധിവൃതം മയ. വേറെന്ത് വരം കൊണ്ട് എനിക്ക് കാര്യം? ശത്രുനാശമാണ് അപ്പോൾ എനിക്ക് വേണ്ടത്. അതുകൊണ്ട് അത് മതി പറയും. 76 വഞ്ചിതാഭ്യാമഭി തദാ സർവമംഭോമയം ജഗത് വിലോക്യതാഭ്യം ഗതിതോ ഭഗവാൻ കമലേക്ഷണ. തഥാ അപ്പോൾ സർവം ജഗത് അംഭോമയം വിലോക്യ, ഈ ജഗത്ത് മുഴുവൻ പ്രളയജലത്തിൽ മുങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് അവർക്കൊരു അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി. അപ്പം അവർ താം വഞ്ചിതാഭ്യാം അഭി, അതായത് ഇപ്രകാരം ഭഗവാനാൽ വഞ്ചിതരായിട്ടും അവർക്ക് മനസ്സിലായി, അയ്യോ നമ്മൾ വലിയൊരു വിഡ്ഢിത്തമാണ് ചെയ്തത്,
വരം കൊടുത്താൽ പിന്നെ മടക്കിയെടുക്കുകയൊന്നും ചെയ്യില്ല. പണ്ടത്തെ ആൾക്കാർ വാക്ക് മാറ്റൊന്നുമില്ലേ. എത്ര ദുഷ്ടനാന്ന് നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ രാവണനടക്കം അല്ലേ എല്ലാം വാക്കൊന്നും മാറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ് പിന്നെ ഭഗവാനാൽ വഞ്ചിക്കപ്പെട്ടു. ഭഗവാൻ നമ്മളെ വഞ്ചിച്ചൊക്കെ മനസ്സിലായിട്ടാലും ഭഗവാൻ ഗരീത, ഭഗവാൻ പറയപ്പെട്ടു. എന്താ, എങ്ങനെയുള്ള ഭഗവാനോട്? കമലേക്ഷനായിട്ടുള്ള ഭഗവാനോട്. അതായത് അത്ര പിന്നെ താമരപ്പൂ പോലുള്ള കണ്ണുകളോട് കൂടിയിട്ടുള്ള ആ മനോഹരമായ രൂപത്തോടെ ഭഗവാനോട് എന്ത് പറഞ്ഞു? ഭഗവാൻ വരം കൊടുക്കാം, അല്ല കമലേക്ഷനായ ഭഗവാൻ വരം കൊടുക്കാം എന്നങ്ങടെ പറഞ്ഞപ്പോൾ ഇങ്ങനൊരു ചതി പറ്റുന്ന അവർ വിചാരിച്ചില്ല. അതായത് വരം തരാമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഞങ്ങളുടെ കൈകൊണ്ട് നിങ്ങളുടെ മരണം വേണം എന്നങ്ങോട്ട് പറഞ്ഞു. അപ്പം ഇനി വരം കൊടുക്കാമെന്ന് പറഞ്ഞു, പ്രോമിസ് ചെയ്തില്ല, മാറ്റാനും വയ്യ. അങ്ങനെ ഒരു ചതിക്കപ്പെട്ട പോലെ ഇവർക്ക്. അപ്പം അവർ എന്താ ആലോചിക്കുകയാണ്, എന്താ അറിയോ, പിന്നെ നിറച്ച് പ്രളയജലം ഇങ്ങനെ കാണാണ്ട് മുമ്പിൽ. അപ്പം അവർ ആലോചിച്ചു ഇനിയിപ്പോൾ എങ്ങനെ ഇതൊന്നൊന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ. അതായത് വരം കൊടുക്കാമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു ചതി പറ്റുന്ന അവരൊട്ടും വിചാരിച്ചില്ല. മാത്രമല്ല ഭഗവാന്റെ മുഖത്ത് നോക്കിയാൽ ആർക്കെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും അപ്രിയമായിട്ട് പറയാൻ പറ്റുമോ? അതാണ് കമലേക്ഷൻ എന്ന് പറഞ്ഞാൽ. അത്ര സുന്ദര രൂപിയാണ്, താമരക്കണ്ണനാണ് അല്ലേ ഭഗവാൻ. ആ ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ തരില്ല, ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ് അഭീഷ്ട വരാൻ തരാമെന്ന്, ഞങ്ങൾ തരില്ല, ഞങ്ങളെ വാക്ക് മാറ്റണമെന്നും പറയാൻ പറ്റില്ല. അത്ര ആകർഷണ ശക്തിയുള്ള ഒരു മുഖമാണ് ഭഗവാന്റെ. അത്ര വശ്യതയല്ലേ, വശീകരിക്കുന്ന ഭക്തിയാണ്. എന്തിനു പറയണു, അവർക്ക് എന്താ വേണ്ടെന്ന് ശരിയേണ്ടി. ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി, എന്താ പറയണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു. ഇനി അടുത്ത ശ്ലോകത്തിൽ അത് പറയട്ടോ. വഞ്ചിതാഭ്യാമപി തഥാ, വഞ്ചിക്കപ്പെട്ടുവെങ്കിലും അവർക്ക് പറയാൻ വയ്യ, എന്നാൽ ഞാൻ തരില്ല എന്ന് വാക്ക് മാറ്റാനൊന്നും തോന്നിയില്ല. തഥാ, അതിന് കാരണം ഭഗവാന്റെ ആ അത്ര ഭംഗിയുള്ള മുഖത്ത് നോക്കിയിട്ട് ആർക്കും അപ്രിയം പറയാൻ പറ്റില്ല. വഞ്ചിതാഭ്യാമപി തഥാ സർവമംഭോമയം ജഗത്, ലോകം മുഴുവൻ വെള്ളമാണ്. അപ്പം അവർക്കൊരു സൂത്രം തോന്നും, അതാണ് വിലോക്യതാഭ്യം ഗതിതോ. എന്താ വേണ്ടതിങ്ങനെ എന്താ വേണ്ടതിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ആ വെള്ളം ഇങ്ങനെ മുമ്പിലുള്ള ആ ലോകം മുഴുവൻ പരന്ന് കിടക്കണം. ഏകസമുദ്രം എന്ന് പറഞ്ഞല്ലോ. ആ വെള്ളം നോക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ഇവർക്കൊരു ഒരു ഐഡിയ തോന്നി. അപ്പോൾ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു. അതാണ് 77. പ്രീതൗ സ്വസ്ഥവയുദ്ധേ, 76 വായിച്ചില്ലേ ഞാൻ? അതെ, അത് വായിച്ചു. 77. പ്രീതൗ സ്വസ്ഥവയുദ്ധേന ശ്ലാഘ്യസ്ത്വം മൃത്യുരാവയോ ആവാം ജഹി നയത്രോർവി സലിലേന പരിപ്ലുത. അപ്പം അവർക്കൊരു പിന്നെ പെട്ടെന്നൊരു ഐഡിയ തോന്നി. അവർ പറഞ്ഞു, അസുരന്മാർ പറയാണ് കേട്ടോ, എന്താ 5000 കാലം യുദ്ധം ചെയ്തുല്ലോ, അപ്പോൾ 2 ഭാഗത്തുള്ളവരും തോറ്റതുമില്ല അല്ലേ, രണ്ടാളും ജയിക്കുക തോൽക്കുകയും ചെയ്തില്ല. അപ്പോൾ തവ യുദ്ധേന പ്രീതൗഹുസ്വ, അങ്ങയുമായുള്ള, ഇവർ പറയാൻ കേട്ടോ ഭഗവാനോട്, അസുരന്മാർ പറയാ, മധുകൈടവന്മാർ, അങ്ങയായിട്ടുള്ള യുദ്ധത്തിൽ ഞങ്ങൾ ഇത്ര നന്നായിട്ട് അങ്ങ് ഞങ്ങളോട് 5000 കൊല്ലം യുദ്ധം ചെയ്തു, അതിൽ ഞങ്ങൾ അങ്ങയോട് സന്തോഷിച്ചിരിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ പ്രീതരായിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എടുത്ത് തന്ന വരം ഞങ്ങൾ മടക്കിയെടുക്കുന്നില്ല, അങ്ങയുടെ യുദ്ധസാമർഥ്യം സമ്മതിച്ചു എന്ന് പറയാണ്. ആവയോഹോ ത്വം ശ്ലാഘ്യ മൃത്യു, അതായത് ഞങ്ങൾക്ക് 2 പേർക്കും സമ്മതനായിട്ടുള്ള ഒരു മൃത്യുവാണ് അങ്ങ്. മീൻസ് ഞങ്ങളെ അന്തകനാണ്, ഞങ്ങളെ വധിക്കാൻ അങ്ങയ്ക്ക് അർഹത ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. കാരണം 5000 കൊല്ലം ഞങ്ങളായിട്ട് യുദ്ധം ചെയ്തിട്ട് അങ്ങ് തോറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ അങ്ങയിൽ പ്രീതരായിരിക്കണു. മാത്രമല്ല അങ്ങയുടെ കൈകൊണ്ട് മരിക്കാൻ വലിയ വിരോധമില്ല. എന്താ കാരണം വെച്ചാൽ അങ്ങയ്ക്ക് ഞങ്ങളെ വധിക്കാനുള്ള അർഹത ഉണ്ട്, അത്ര കേമത്തുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പറയാണ്. ഞങ്ങളെ വധിക്കാനുള്ള അർഹത അങ്ങയ്ക്കുണ്ടെന്ന് സമ്മതിച്ചിരിക്കണു. അങ്ങയുടെ കൈകൊണ്ട് മരിക്കുന്നത് ശരിക്ക് ശ്രേയസ്കരമാണെന്ന് തന്നെ ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങ് ശരിക്കും സ്തുതി അർഹിക്കണ
ഒരു മൃത്യുദേവനാണെന്ന് വേണമെങ്കിൽ പറയാം. ആവാം ജഹി, ശരി ഞങ്ങളെ കൊന്നോളൂ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. അത്രേ ഉള്ളൂ. ഒരു കണ്ടീഷൻ ഉണ്ട് ഞങ്ങൾക്ക് സമ്മതമാണ്. ഞങ്ങളെ കൊല്ലാനുള്ള അർഹത അങ്ങയ്ക്കുണ്ട്. അങ്ങയുടെ കൈ കൊണ്ട് മരിച്ചാൽ ഞങ്ങൾക്ക് ശ്രേയസ്സേ ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അങ്ങ് ശരിക്കും തന്നെ സ്തുത്യർഹനായിട്ടുള്ളൊരു മൃത്യു ദേവനാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളെ കൊല്ലും ചെയ്തോളൂ. പക്ഷെ ഒരു കണ്ടീഷൻ എന്താ അറിയോ? ഉർവി ന എത്ര സലീലേന പരിപ്ലുത. ഞങ്ങളെ ഈ പ്രളയ ഏകാർണവെന്ന് പറഞ്ഞു, ലോകം മുഴുവൻ പ്രളയജലം കൊണ്ട് മൂടിയെടുക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് ഒരു സൂത്രം തോന്നിയതാ. എന്താ അറിയോ? ഞങ്ങളെ ഈ പ്രളയജലം കൊണ്ട് മുങ്ങാത്തൊരു സ്ഥലത്ത് വെച്ച് വേണം കൊല്ലാൻ. ലോകം മുഴുവൻ പ്രളയജലം കൊണ്ട് മൂടിയിരിക്കുകയല്ലേ. അപ്പം അതില്ലാത്തൊരു സ്ഥലം ഇല്ല. അതാണ് അവർ നോക്കിയതേ. അതില്ലാത്തൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഈ വരം കൊടുത്താലും ഭഗവാന് കൊല്ലാൻ പറ്റുന്നുണ്ടാവില്ല നമ്മളെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് പറഞ്ഞത്, ഞങ്ങളെ കൊന്നോളൂ, വിരോധമില്ല, ഞങ്ങളെ കൊന്നോളൂ, അങ്ങയുടെ കൈ കൊണ്ട് മരിക്കാൻ സന്തോഷമാണ് ഞങ്ങൾക്ക്. പക്ഷെ ഒരു കണ്ടീഷൻ, വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ചേ ഞങ്ങളെ കൊല്ലാവൂ. ആ പ്രതീക്ഷയിലാണ് അവർ ഈ കണ്ടീഷൻ വെച്ചത്. സാധാരണ മൃത്യുവിനെ ആരും സ്തുതിക്കോ? നമുക്ക് മൃത്യു ഭയമല്ലേ? മൃത്യു പോട്ടെ, നമ്മളെപ്പോഴും എന്താ പറയുക, എന്താ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം, എന്താ മൃത്യോർമ്മ അമൃതം ഗമയ എന്നാണ് അല്ലേ. ആർക്കും മൃത്യു വേണ്ട, സ്വതേ ആരും മൃത്യുവിനെ സ്തുതിക്കില്ല. നമ്മളെപ്പോഴും അല്ലേ, നമ്മൾ മൃത്യോർമ്മ അമൃതം ഗമയ എന്നൊക്കെ അല്ലേ നമ്മുടെ പ്രേയറിലുള്ളത്. പക്ഷെ ഭഗവാന്റെ ആ അതിസുന്ദര രൂപവും ഭാവവും ആ യുദ്ധ സാമർഥ്യവും എല്ലാം കൂടി കണ്ടിട്ട് ഇവർക്ക് സ്തുതി അർഹിക്കണ ഒരു അന്തകൻ അഥവാ മൃത്യു തന്നെയാണ് ഭഗവാന് തോന്നിയവർക്ക്. എങ്കിലും മരിക്കണം എന്ന് മോഹമില്ല. ഭഗവാൻ കൊല്ലാൻ അർഹതല്ലാണെന്നൊക്കെ ബോധ്യമുണ്ട്. പാവം ആർക്കും മരിക്കാൻ മോഹം ഉണ്ടാവില്ലോ. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ പറഞ്ഞത്. എന്താ, വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ച് കൊല്ലണമെന്ന്. വെള്ളമില്ലാത്തൊരു സ്ഥലമില്ല. പ്രളയജലം ലോകം മുഴുവനും മൂടിയൊക്കെ ഏകാരണമായിട്ട് കിടക്കല്ലേ. അപ്പോൾ എന്നാൽ പിന്നെ അതുകൊണ്ട് നമ്മൾ വരം കൊടുത്താലും കൊല്ലാൻ പറ്റില്ല എന്നവർ വിചാരിച്ചു. അതാണ്. അപ്പോൾ പ്രീതൗ സ്വസ്തവ യുദ്ധേന ശ്ലാഘ്യസ്ത്വം മൃത്യുരാവയോ ആവാം ജഹി നയത്രോർവി സലിലേന പരിപ്ലുത പറഞ്ഞു. വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞു. തഥേത്യുക്ത്വാ ഭഗവതാ ശംഖചക്രഗദാഭൃതാ കൃത്വാ ചക്രേണ വൈഛിന്നേ ഊരുസ്തേ ശിരസി തയോഹോ. അപ്പോൾ ഭഗവാൻ ഒരു വിഷമം ഉണ്ടായില്ലേ. എന്താ ചെയ്ത്? തഥാ ഇതി ഉക്ത്വ. അപ്പോൾ ഇതിപ്പോൾ മഹർഷി പറയണത് കേട്ടോ. ഭഗവാൻ ഋഷി പറഞ്ഞു. അപ്പോൾ എന്താ, തഥാ ഇതി ഉക്ത്വ, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്ത് ഭഗവാൻ? തഥാ ഇതി ഉക്ത്വ മീൻസ് ഓക്കെ, അങ്ങനെ തന്നെ ആവട്ടെ, തഥാസ്തു പറയൂലോ, അതുപോലെ പറഞ്ഞു. ശംഖചക്രഗദാഭൃത ഭഗവത, ശംഖചക്രഗദാധാരിയായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തു? ഊരസ്ഥേ, ഭഗവാന്റെ തൊടയിൽ, തൃത്തൊടയിൽ, തയോഹോ ശിരസി കൃത്വ, അവരുടെ തല വെച്ചിട്ട് ചക്രേണ ചിന്നേ വൈ, ചക്രം കൊണ്ട് അറുത്തു. അതായത് അതിന്ന് എന്താ നമുക്ക് മനസ്സിലാവണേ? ഈ പ്രളയജലം ഭഗവാന്റെ തൊട വരെ ഇല്ല, മൊട്ട് വരെ പോലും ഉണ്ടോ വെച്ചില്ല, കാല് മൂടണേ ഉണ്ടാവുള്ളൂ. അപ്പം ഭഗവാന്റെ തൊടയുടെ അവിടെ ജലമില്ല. ജലമില്ലാത്ത സ്ഥലത്ത് വെച്ച് കൊന്നോളൂ എന്നല്ലേ പറഞ്ഞേ. അപ്പം ഭഗവാൻ സംശയിച്ചില്ല, വേഗം അവരെ അങ്ങോട്ട് പിടിച്ച് തൻ്റെ തൊടയിൽ വെച്ച് ചക്രം കൊണ്ട് അവരുടെ കഴുത്ത് ഛേദിച്ച് അങ്ങോട്ട് കൊന്നു. അതായത് ഭഗവാന്റെ തൊട വരെ ഇല്ല പ്രളയജലം. അത്ര ഭഗവാൻ വിശ്വാകാരായിട്ട് നിന്നാൽ എങ്ങനെ പ്രളയജലം ഭഗവാന്റെ അടുത്തുണ്ടാവും? അപ്പോൾ വാമനൻ്റെ പോലെ നിന്നാലേ അല്ലേ, അപ്പോൾ തൊട വരെ ഇല്ല എന്നർത്ഥം. അത്ര ഭഗവാൻ എല്ലാ ദിക്കിലുള്ളതാണല്ലോ. അപ്പോൾ എവിടെ വേണമെങ്കിൽ ഇല്ലാതെ ആവാനും ഉണ്ടാവാനും ഒക്കെ പറ്റുമല്ലോ. അതാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? തൊട ഡ്രൈ ആണ്, ഒരു വെള്ളമില്ല. വേഗം ഇവരെ തൊടയിൽ കിടത്തി ഭഗവാന്റെ ചക്രം കൊണ്ട് അവരെ അങ്ങോട്ട് വധിച്ചു വേഗം. ഭഗവാൻ എന്നിട്ടോ ഭഗവാൻ 78 അല്ലേ? അല്ല 78, അതെ.
അങ്ങനെ വധം കഴിഞ്ഞപ്പോൾ 78 നോക്കൂ. ഊരുസ്ഥേ ശിരസി തയോഹോ. ഊരു പറഞ്ഞാൽ തൊടയണേ. അപ്പോൾ തൊടയമ്പിൽ വെച്ച് ചക്രം കൊണ്ട് വൈഛിന്നെ ശിരസി വൈഛിന്നെ തല അറുത്ത് അവരെ കൊന്നു. അപ്പോൾ അതാണ് 78 മധുകൈടഭ വധം കഴിഞ്ഞു. തഥേത്യുക്ത്വാ ഭഗവതാ ശംഖചക്രഗദാഭൃതാ കൃത്വാ ചക്രേണ വൈഛിന്നേ ഊരുസ്ഥേ ശിരസി തയോഹോ. ഊരു പറഞ്ഞാൽ തൊടയാണ് കേട്ടോ. ഹത്വ ഇനി 79, 80 3 ശ്ലോകമേ ഉള്ളൂ. ഹത്വാതു ഭഗവാൻ വിഷ്ണു താവുഭൗ മധുകൈടഭൗ വിനാശയത് ഭയം ലോഭം ഘോരം ബ്രഹ്മാണോ വ്യക്തജന്മന. അവ്യക്തജന്മന അതായത് ഇനി 79 എന്താ പറഞ്ഞാൽ വെച്ചാൽ ഹത്വാതു ഭഗവാൻ വിഷ്ണു ഭഗവാൻ മഹാവിഷ്ണുവാകട്ടെ തൗ മധുകൈടഭൗ ഹത്വ ആ മധുകൈടഭന്മാരെ കൊന്ന് അവ്യക്തജന്മന ബ്രഹ്മണ ആ അവ്യക്തജന്മാവായ അതായത് അവ്യക്തജന്മാവായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ഭയത്തെ അകറ്റിന്ന്. ഭയന്നിട്ടാണല്ലോ ദേവിയിൽ പ്രാർത്ഥിച്ച് ബ്രഹ്മാവ് സ്തുതിച്ചതൊക്കെ. ഇപ്പോൾ മധുകൈടഭന്മാർ ബ്രഹ്മാവിനെ കൊല്ലാൻ വന്നതാണ്. അതാണ് ഭയം ഉണ്ടായത് അല്ലേ. ഭയത്തോടു കൂടി ദേവിയെ സ്തുതിച്ചു. ഇപ്പോൾ അവരെ കൊന്നു ഭഗവാൻ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഭയമൊക്കെ അകറ്റി. അങ്ങനെ മധുകൈടഭന്മാരെ വധിച്ച് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഭയത്തെ അകറ്റി. അത്രയേ ഉള്ളൂ അതിൽ. ഹത്വാതു ഭഗവാൻ വിഷ്ണു താവുഭൗ മധുകൈടഭൗ വ്യനാശയത് ഭയം ഘോരം ബ്രഹ്മണോ വ്യക്തജന്മന. അതായത് ബ്രഹ്മാവിനുണ്ടായിരുന്ന അതിഭയങ്കര ഭയത്തെ അകറ്റിക്കൊടുത്തു. തയോസ്തു ഇനി 80 തയോസ്തു മേധസാ രാജൻ വിഷ്ണുനാ കൽപ്പിതാമഹി മേദിനീതിത തത സംജ്ഞാമവാപേഥം വസുന്ധര. ഹേ രാജൻ വിഷ്ണുന, ഹേ രാജാവേ, അതായത് സുരഥനോട് പറയാണ് സുമേധസ് മഹർഷി. ഹേ രാജൻ വിഷ്ണുന, രാജാവേ വിഷ്ണുവിനാൽ തയോഹോ മേധസ മഹി കൽപ്പിത അവരുടെ മേധസ്, അതായത് മേധസ് വെച്ച ഫാറ്റ്, അവരുടെ ഈ അസുരന്മാരുടെ മേലത്തെ മേധസ് വെച്ച ഫാറ്റാണ് കേട്ടോ. ആ ഫാറ്റ് നമ്മുടെ പഴയ ലെയർ ഉണ്ടല്ലോ, ഒരു ലെയർ ഫാറ്റാണല്ലോ. അപ്പോൾ അവരുടെ ആ ഫാറ്റ് എടുത്തിട്ട് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച്, അതായത് ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ആ മേധസ് എടുത്തിട്ട് ഫാറ്റിനെ എടുത്തിട്ട് ഭൂമിയാക്കി, ഭൂമിയുടെ രൂപം കൊടുത്തു. തതഹ ഇത്തം വസുന്ധര, അതിനാൽ ഭൂമിക്ക് മേദിനി ഇതി സംജ്ഞാം അവാപ, മേധസ്സിൽ നിന്നുണ്ടായതിനാൽ, അതായത് ഈ മധുകൈടഭന്മാരുടെ മേധസ് ഫാറ്റിൽ നിന്ന് ഉണ്ടായതിനാൽ, മേധസ്സിൽ നിന്നുണ്ടായതിനാൽ ഭൂമിദേവിക്ക് മേദിനി എന്ന പേര് ലഭിച്ചു. അല്ലെങ്കിൽ ഭൂമിദേവി മേദിനി എന്ന പേരിൽ പ്രസിദ്ധയായി എന്ന്. അതായത് മധുകൈടഭന്മാരെ വധിച്ച് അവരുടെ മേധസ്സുകൊണ്ട്, മേധസ്സല്ല കേട്ടോ, മേധസ്സാണ് ഫാറ്റ്. മധുകൈടഭന്മാരെ വധിച്ച് അവരുടെ മേധസ്സുകൊണ്ട് ഈ ഭൂമിയെ നിർമ്മിച്ചു. അതുകൊണ്ടാണ് ഭൂമിക്ക് മേദിനി എന്നൊരു പേര് സിദ്ധിച്ചു എന്ന് പറയാണ് ഭഗവാൻ. ഭഗവാന് ഇഷ്ടം പോലെ ചെയ്യാം. ഭഗവാന്റെ സങ്കല്പം അനുസരിച്ചിട്ട് അവരുടെ മേധസ് അല്ലെങ്കിൽ ഫാറ്റ് എടുത്ത് ഭൂമി നിർമ്മിച്ചു. അതുകൊണ്ട് അന്ന് തൊട്ട് ഭൂമിക്ക് മേദിനി എന്നൊരു പേരും കൂടി ഉണ്ടായി എന്ന് പറയാണ്. തയോസ്തു മേധസാ രാജൻ വിഷ്ണുനാ കൽപ്പിതാമഹി മേദിനീതി തഥ സംജ്ഞാമവാപേഥം വസുന്ധര. വസുന്ധര വെച്ചാൽ ഭൂമിയാണ്. വസുന്ധരയ്ക്ക് അന്ന് തൊട്ട് മേദിനി എന്നുള്ള പേരും കൂടി ഉണ്ടായി, അല്ലെങ്കിൽ മേദിനി എന്ന പേരിൽ പ്രസിദ്ധയായി. ഇനി അവസാനത്തെ ശ്ലോകമാണ് ഈ അധ്യായത്തിലത്തെ, മധുകൈടഭവധം എന്നുള്ള അധ്യായത്തിലത്തെ. ഏവമേഷാ സമുത്പന്ന ബ്രഹ്മണ സംസ്തുതാ സ്വയം പ്രഭാവമസ്യാ ദേവ്യാസ്ത്വം ഭൂയ ശൃണു വദാമി തേ. ഏവം ബ്രഹ്മണ സംസ്തുത, ബ്രഹ്മാവിനാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ട, ഏഷ ഏവം സ്വയം സമുത്പന്ന, ആ മഹാമായ, ഏഷ പറഞ്ഞ ഈ മഹാമായ, ഏവം ഇപ്രകാരം സ്വയം സമുത്പന്ന താനേ അവതരിച്ചു, സ്വയം അവതരിച്ചു. അസ്യ ദേവ്യാഹ തു, ഈ ദേവിയുടെ പ്രഭാവം ത്വം ഭൂയ ശൃണു, ഈ ദേവിയുടെ പ്രഭാവങ്ങളെ അങ്ങ് വീണ്ടും കേട്ടുകൊള്ളുക. അഹം തേ വദാമി, ഞാനിതാ അങ്ങയോട് പറയാം. എന്നിട്ട് പറഞ്ഞു,
ഇങ്ങനെ ബ്രഹ്മാവിനാൽ കീർത്തിക്കപ്പെട്ടപ്പോൾ ഈ ദേവി ആ കണ്ണുകളിൽ നിന്നും, പറഞ്ഞില്ലേ, കണ്ണുകളിൽ നിന്നും മൂക്കുകളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഒക്കെ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ് അവതരിച്ചു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ അതാണ് പറയണത്, ഇങ്ങനെ ബ്രഹ്മാവിനാൽ കീർത്തിക്കപ്പെട്ട മഹാമായ ഭഗവതി ഇപ്രകാരം തന്നെ അവതരിച്ചു. ഈ ദേവിയുടെ പ്രഭാവം ത്വം ഭൂയഃ ശൃണു, ഞാൻ പ്രഭാവം ഇനിയും അങ്ങ് കേട്ടോളൂ. ഞാനിതാ അഹം തേ വദാമി, ഞാൻ അങ്ങയോട് പറയാം. ഇനിയും ഒരുപാട് പ്രഭാവങ്ങൾ പറയാനുണ്ട്, അതൊക്കെ ഞാൻ പറയാം, അങ്ങ് ശ്രദ്ധിച്ച് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ മധുകൈടഭവധം നിർത്തണത്. അവസാനത്തെ ശ്ലോകം അതാണ്. ഞാൻ അതും കൂടി വായിക്കാം, ഒന്നും കൂടി വായിക്കാം. ഏവമേഷ സമുത്പന്ന ബ്രഹ്മണ സംസ്തുത സ്വയം പ്രഭാവമസ്യ ദേവ്യാസ്ത്വം ഭൂയ ശൃണു വദാമി തേ. ഇതി മാർക്കണ്ഡേയപുരാണേ സാവർണികേ മന്വന്തരേ ദേവി മാഹാത്മ്യേ മധുകൈടഭവധോ നാമ പ്രഥമോധ്യായ. അപ്പം നമ്മൾ മധുകൈടഭവധം എന്നുള്ള അധ്യായം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ രണ്ടാമത്തെ കഥയാണ് കേട്ടോ തുടങ്ങാം. അതായത് ഇനി മഹിഷാസുരൻ്റെ കഥയാണ് നെക്സ്റ്റ്. മൂന്നാമത്തെയാണ് സുംഭൻ്റെ നിസുംഭൻ്റെ. പക്ഷെ മഹിഷാസുരനെയും സുംഭനെയും നിസുംഭനെയൊക്കെ ദേവി തന്നെയാണ് കൊല്ലണത്. ഇതിൽ ദേവി നിമിത്തമായിട്ട്, മധുകൈടഭന്മാരെ മാത്രം ദേവി നിമിത്തമായിട്ട് ഭഗവാനാണ് വധിക്കണത്. അതാണ് ഒരു വ്യത്യാസമുള്ളത്. ദേവി നിമിത്തമായതുകൊണ്ട് ദേവി വധിച്ച പോലെയാണ് ദേവി മഹാത്മ്യത്തിൽ പറയുക എന്ന് മാത്രം. എക്സാക്ട്ലി ദേവിയുടെ കൈകൊണ്ടല്ല മരണം. പക്ഷേ ദേവി ഇങ്ങനെ ഉണർത്തൊക്കെ ചെയ്തിട്ടാണല്ലോ. പിന്നെ അവരെ മോഹിപ്പിക്കുകയും ചെയ്തത് ദേവിയാണ്. 5000 സംവത്സരം യുദ്ധം ചെയ്തിട്ടും തോറ്റില്ലല്ലോ ഇവരെ. അപ്പോൾ ആക്ച്വലി ഭഗവാന്റെ ഇച്ഛ, ഭഗവാൻ ദേവിയെ ഒന്ന് ഓർമ്മിപ്പിക്കണ പോലെയാണ് ഒന്ന് ഇവരെ മോഹിപ്പിക്കുന്നത്. അപ്പോഴാണ് അവരെ മോഹിപ്പിച്ച് അവരെ വിവേകം നഷ്ടപ്പെട്ടിട്ടാണ് ഭഗവാനോട് വരമൊക്കെ ചോദിച്ചോളൂ പറഞ്ഞത്. അപ്പോൾ ദേവി മുഖാന്തരം അല്ലെങ്കിൽ ദേവി നിമിത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് മധുകൈടഭവധം കൂടിയും ദേവി ചെയ്തതായിട്ട്, ദേവി ചെയ്തതല്ലെങ്കിലും ദേവിക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ട ദേവി മഹാത്മ്യം. അതുകൊണ്ടാണ് അതങ്ങനെ 3 വധം ഈ ദേവി മഹാത്മ്യത്തിൽ ഉൾപ്പെടുത്തിയെന്ന് പറയുക. അതപ്പോൾ അത് കഴിഞ്ഞു. അപ്പം ഞാൻ ഇവിടെ നിർത്താം. എന്നിട്ട് നമുക്ക് നാളെ ദ്വിതീയാധ്യായം തുടങ്ങാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമ. ഗുരുവായൂരപ്പ ശരണം.